ലിസ്റ്റിൽ തന്നിരിക്കുന്ന നമ്പറുകൾ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ നിങ്ങൾക്കിപ്പം രണ്ട് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 1 2 3 എലമെൻറ്റ്സ് വരുന്ന ലിസ്റ്റ് എയും അതുപോലെ ലിസ്റ്റ് ബി എന്ന് പറയുന്നത് 4 5 6 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസ്പെക്റ്റീവ് എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 times 4 പ്ലസ് 2 times 5 പ്ലസ് 3 times 6 അതാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ ഈ രീതിയിലായിരിക്കും വരുന്നത്. 1 times 4 അതായത് നമുക്ക് 4 ആയിരിക്കും ഇവിടെ വരുന്നത്, പ്ലസ് 2 times 5 10 പ്ലസ് 3 times 6 18. അപ്പം 18 പ്ലസ് 10 28 പ്ലസ് 4 32 ഇതായിരിക്കും നമുക്ക് ആൻസറായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കോഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഈ ഓരോ എലമെൻ്റായിട്ട് ഐട്രേറ്റ് ചെയ്യണം. സോ രണ്ടിലും ഡോട്ട് പ്രോഡക്റ്റ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് രണ്ടിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് വേണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പം നമ്മളിത് അങ്ങനെ ഉണ്ട് എന്നുള്ള അസംഷനിലാണ് പോകുന്നത്. ഇവിടെ നമുക്ക് 3 എലമെൻറ്റ്സ് ആണുള്ളത്. സോ അതുകൊണ്ട് ഞാനിവിടെ 4i in range 3 കൊടുക്കുന്നു. അപ്പം 0th എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഐയിൽ ഓരോ ഇൻഡെക്സ് വാല്യൂസ് ഉണ്ടാവും. ഇനി എനിക്ക് വേണ്ടത് ഓരോ എലമെൻറ്റുകൾ തമ്മിൽ സം ചെയ്ത് ആ ടോട്ടൽ സം വാല്യൂ നമുക്കൊരു വേരിയബിളിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ സമ്മിലോട്ടാണ് വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സം ഈക്വൽ ടു സം പ്ലസ് എന്താണ് എയുടെ ith എലമെൻറ്റും ബിയുടെ ith എലമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ എ ഓഫ് ഐ ടൈംസ് ബി ഓഫ് ഐ. അപ്പോൾ ആദ്യത്തെ തവണ A0യും B0യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അത് സമ്മിലോട്ട് ആഡ് ചെയ്യും. ദെൻ A1ഉം B1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് സമ്മിലോട്ട് ആഡ് ചെയ്യും. ലാസ്റ്റ് A2ഉം B2ഉം. അപ്പോൾ ഇവിടെ 3 എലമെൻറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് റേഞ്ച് 3 എന്ന് പറഞ്ഞ് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി അതല്ല കുറച്ചും കൂടെ എത്ര ലെങ്തുള്ള അറേസ് ആണെങ്കിലും അല്ലെങ്കിൽ ലിസ്റ്റ് ആണെങ്കിലും അത് വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ LEN ഓഫ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. LEN ഓഫ് എയോ അല്ലെങ്കിൽ LEN ഓഫ് ബിയോ കൊടുത്താൽ മതിയാകും. ഇത്രയും ചെയ്ത് കഴിയുമ്പം സമ്മിൻ്റെ അകത്ത് നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂ ഉണ്ടാവും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ആദ്യത്തെ സെല്ല് റൺ ചെയ്യുന്നു. അത് ജസ്റ്റ് ഒന്ന് കണക്റ്റിംഗ് ആണ്. നമ്മുടെ വിർച്വൽ മെഷീൻ അപ്പായി വരുന്നതേ ഉള്ളൂ ഗൂഗിൾ കൊലാബിൻ്റെ. സോ ആ സെൽ എക്സിക്യൂട്ടായി. ഇനി താഴത്തെ സെല്ല് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, 32 എന്ന് പറയുന്ന ആൻസർ കൃത്യമായിട്ട് വരുന്നുണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കാണിച്ചത്. വിത്തൗട്ട് മച്ച് ലൈബ്രറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട് ഇതിനെ NumPy array ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് nb.dot ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അത് എഫിഷ്യൻറ്റ് യൂസേജിൽ വരുന്ന കാര്യമാണ്. ബട്ട് ഈ ഒരു ലോജിക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ബെയർ മിനിമം ഫോർ ലൂപ്പൊക്കെ വെച്ച് ഇൻഡെക്സ് വാല്യൂസൊക്കെ യൂസ് ചെയ്ത് ഒരു ഡോട്ട് പ്രോഡക്റ്റ് കമ്പ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ കാണിച്ചത്.